ഉച്ചയ്ക്ക് നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റാത്തത്ര വെയിലുമാണ്. പക്ഷേ പാലുകാച്ചിന് പോകാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഞാനും അണ്ണനും നന്ദുവും കൂടാണ് പാലുകാച്ചിന് പോയത്. ഇവിടെ ചെന്നപ്പോഴാണെങ്കിൽ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല, അത്ര തിരക്ക്. ഈ ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരെല്ലാം പാലുകാച്ചിന് വരുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി. ഇതാണ് നമ്മുടെ പാലുകാച്ചി വീട്, അടിപൊളി വീട്, ഒന്നും പറയാനില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു സുന്ദരി തന്നെ. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അകത്തോട്ടൊക്കെ കയറി നോക്കി. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് മറന്നു. എന്ത് ചെയ്യാനെന്തരത്തില്ല, വീടിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് ചൂടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പണിഞ്ഞിട്ടുണ്ടായി നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി. അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ല, ഇത് സൈഡ് വ്യൂ ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള ഫുഡ് അടിക്കാണ് ചെന്നിരുന്നത്. ഒരു 1:30 സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അടാറ് സദ്യയായിരുന്നേ. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. ഇതിനകത്ത് ഫാനും ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടും എടുത്തില്ല. അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു, അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയും വന്നേ. പോത്തിറച്ചി ഇല്ലാതെ എന്ത് പാലുകാച്ചി ഇവിടെയൊക്കെ. ആദ്യക്കട്ടുളങ്ങരയിലെ പാലുകാച്ചിന് മിക്കയിടത്തും ഒന്നി ബിരിയാണി അല്ലെ ചോറിൻ്റെ കൂടെ പോത്തിറച്ചി കറിയും. അപ്പം അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ച നന്ദപ്പന് ഞാൻ സെപ്പറേറ്റ് ഒരു ഇല മേടിച്ചിട്ടുണ്ട്. കാരണം അവൾ സ്വന്തമായിട്ടിരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ പറയാൻ പറ്റത്തില്ല, അവൾ സ്വന്തമായിട്ടൊന്നും കഴിച്ചില്ല. ഞാൻ തന്നെ അവൾക്ക് വാരി കൊടുക്കേണ്ടി വന്നു. ഈ ഉരുട്ടുന്ന ഉരുള അവൾക്ക് വാരി കൊടുക്കാനാണ്. ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങ് ക്ഷീണിച്ച്. ഞാൻ അവിടെ വയറി തപ്പി നോക്കുവാണേ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടോ എന്ന്. പക്ഷെ നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. ഈ ചൂട് സമയത്ത് ഇനി ഒന്നും പറയാനില്ല, അടാറ് ചൂടായിരുന്നു. അപ്പം എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.